ഉത്തർപ്രദേശിൽ ഒരു വലിയ സംഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അല്ല അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു രീതി. എങ്ങനെ കാണുന്നു? ശരിയാണ്. ഉത്തർപ്രദേശിൽ ഒരു കാക്ക ചത്താൽ പോലും ഇവിടെ അന്തിച്ചർച്ച നടത്തുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്, BJP സർക്കാരാണ്. അപ്പോൾ BJP സർക്കാരിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ BJP ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ വരുന്ന മാറ്റങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്, അവരെ വല്ലാതെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അവരത് വിളിച്ചു പറയാത്തത്. പക്ഷെ ചില നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അത് പറയാതിരിക്കുന്നത് വളരെ മോശം തന്നെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഉത്തർപ്രദേശിലേക്ക് അടുക്കാൻ പോലും കഴിയില്ല. കാരണം പകല് പോലും അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല നഗരങ്ങളും വൃത്തിഹീനമായി, അക്രമികളുടെ ഒരു വിളയാട്ടം, ഒരു ഗുണ്ടാ വിളയാട്ടം. ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ പലരും പോകാൻ മടിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. എന്നിട്ട് പോലും പലരും പോകാൻ മടിക്കുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ കാണുന്ന വികസനത്തിന്റെ പാതയിലേക്ക് ഉത്തർപ്രദേശിനെ മാറ്റിയത് സ്ത്രീകൾക്ക് സുരക്ഷിതത്തോടെ രാത്രിയായാലും ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അവിടെ മാറ്റിയത് യോഗി ആദിത്യനാഥിന്റെ വരവിന് ശേഷമാണ്. ബുൾഡോസർ രാജൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ കോടതി വരെ പറഞ്ഞിട്ടും അതിൽ പിന്നീട് കോടതി വരെ നിലപാട് സ്വീകരിച്ചിട്ടും കൃത്യമായി യോഗി ആദിത്യനാഥ് കോടതിയിൽ പറഞ്ഞു, അക്രമികൾ അല്ലെങ്കിൽ അനധികൃതമായി ആര് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുവോ അവരുടെ കെട്ടിടങ്ങൾ ഞങ്ങൾ തകർക്കും. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും. BJPയുടെ 40 വർഷത്തോളം അവരുടെ ഓഫീസായിരുന്ന ഒരു കെട്ടിടം അനധികൃതമായ സ്ഥലത്തിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് യോഗി സർക്കാർ അത് എന്താ പറയുക, ഇടിച്ചു പൊളിച്ചു കളഞ്ഞ ഒരു വാർത്തയൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ സർക്കാരുകൾ ആരാണ് എന്നുള്ളതല്ല, അനധികൃതമായി കെട്ടിടങ്ങൾ പണിയുന്നു അതെല്ലാം തീർക്കും. മറ്റത് ഗുണ്ടകളുടെ വീടുകൾ ഒക്കെ അടിച്ചു തകർക്കുന്ന, നിലം പരിശാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഴുവൻ അക്രമരഹിതമായ ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള പൂർണ്ണ പരിശ്രമത്തിലാണ്. അതിനിടയ്ക്കാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. മെയ് 28-നാണ് ഈ സംഭവം നടക്കുന്നത്. 4 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞ്, 4 വയസ്സെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് എന്തറിയാം എന്ന് നമുക്കറിയാം. 4 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ 33 വയസ്സായ കിഷോർ കുമാർ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ അതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. അതിക്രൂരമായാണ് ഉപദ്രവിക്കുന്നത്. ആ ഉപദ്രവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ അതിനുശേഷം ഈ കുട്ടിയുടെ വീട്ടുകാർ പരാതി പറയുന്നു. ലക്നൌവിലാണ് സംഭവം. വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നു. പോലീസുകാർ ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇയാൾ ഒളിവിലാണെന്ന് അറിയുന്നു. ഒളിവിൽ എവിടെയാണ് ഒളിവിലിരിക്കുന്ന എന്ന സ്ഥലം ഇവർക്ക് പോലീസിന് കിട്ടി. അപ്പോൾ ഈ പോലീസിനെ നയിക്കുന്നത് SI സഖീന ഖാൻ എന്ന് പറയുന്ന ഒരു വനിതാ SIയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ഇവർ ഈ കിഷോർ കുമാർ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ അടിപിടികൾ ഉണ്ടാവുന്നു. അതായത് ഈ കിഷോർ കുമാറിന്റെ കയ്യിൽ തോക്കുണ്ട്. ഇത് പോലീസുകാരെ വെടിവെക്കാൻ ഇയാൾ ഉതിർക്കുന്നു. അപ്പോൾ ജീവൻ രക്ഷിക്കാനായി ഈ വനിതാ SI സഖീന ഖാൻ ഇയാൾക്കെതിരെ വെടിയുതിർക്കുന്നു. ഇയാൾ മരിക്കുന്നു. പിന്നീട് ഈ കുഞ്ഞിന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഉത്തർപ്രദേശ് പോലീസ് സ്വീകരിക്കുന്നുമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചോദിക്കും, നിയമം കയ്യിലെടുക്കാൻ പോലീസിന് അധികാരമില്ല. തീർച്ചയായിട്ടും നിയമം കയ്യിലെടുക്കാൻ പോലീസിന് അധികാരമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കുറ്റവാളി കോടതി വിധിക്കുന്നത് വരെ അയാൾ കുറ്റവാളി അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും, അല്ലെ? നമ്മൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ ഏത് വേട്ടക്കാരനും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത്. കാരണം കോടതി തെളിവുകളും വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതികളെ ശിക്ഷിക്കുന്നത്. അത്തരത്തിൽ ഇപ്പൊ ഗോവിന്ദചാമി, സൗമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, അമീറുൽ ഇസ്ലാം, പിന്നെ 5 വയസ്സായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, ഉത്തരാവധ കേസിലെ സൂരജ്, വിസ്മയ വധക്കേസിലെ കിരൺ, പിന്നെ മറ്റേ കാരണവർ വധക്കേസിലെ ഷെറിനെ സഹായിച്ചത് ഒരു മന്ത്രിയാണെന്നുള്ളതും ഷെറിൻ പരോളിലിറങ്ങി പല സ്ഥലങ്ങളിലും പോയി എന്നുള്ളതും ജയിലിനകത്ത് തന്നെ ഷെറിന് വലിയ രീതിയിലുള്ള ഇളവുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതും അനുമതി കിട്ടിയിരുന്നു. ലിപ്സ്റ്റിക് മേക്കപ്പ് ഇട്ടാണ് ഷെറിൻ ഇവിടെ ജയിലിനുള്ളിൽ തന്നെ നടന്നിരുന്നത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. കാരണം ഒരു നല്ല നല്ലൊരു വേട്ടക്കാരനുണ്ട്, വക്കീലുണ്ട് എങ്കിൽ വേട്ടക്കാരന്മാർ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിലൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്.
ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഈ എൻകൗണ്ടേഴ്സിന്റെ ഒരു പരമ്പര തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെ എൻകൗണ്ടർ നടത്തി. എന്ന് വെച്ചാൽ അവരെ കൊല്ലണം എന്ന് വിചാരിച്ച പോലീസുകാർ ചെയ്യുന്നതല്ല, അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ പോലീസ് വെടിവെക്കുന്നതാണ്. ഇത്തരത്തിൽ പോലീസ് നിയമം കയ്യിൽ എടുക്കുന്നതല്ല. പിന്നെ ഈ പ്രതികൾ എന്താ പറയുക, പോലീസിനെയും വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് അതേ നിവർത്തിയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ, ഇവിടെ നമ്മൾ നിയമങ്ങൾക്കപ്പുറം നമ്മൾ നോക്കേണ്ടത് സർവ്വ അധികാരവും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം കൂടി കയ്യിൽ വച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ എന്താ ക്രമസമാധാന പാലനം മുഴുവൻ പോലീസിനെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ നിരപരാധികളെയും സാധാരണ ജനങ്ങളെയും സാധാരണക്കാരെയും ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കൊടും കുറ്റവാളികളോട് ഒരു ഒത്തുതീർപ്പിനും നിൽക്കുകയും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതാണ് ഈ ഉത്തർപ്രദേശിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ യൂസഫ് അലി തന്നെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോടികളാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം മാറ്റം ഉത്തർപ്രദേശിൽ വന്നു. ഇപ്പോൾ പല വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ റോഡുകളുടെ, അവിടുത്തെ വികസനങ്ങളുടെ, അവിടെ മാളുകളുടെ, അവിടുത്തെ ജനങ്ങളുടെ ജീവിതങ്ങൾ. പണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ പുറംപോക്കിലൊക്കെ ഇരുന്ന ആളുകൾ പിന്നെ ഈ ബാത്റൂമിലൊക്കെ പോകുന്നത് കാണാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പദ്ധതികളിൽ തന്നെ ശൗചാലയം ഏറ്റവും കൂടുതൽ കിട്ടിയത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇത്തരം വലിയ മാറ്റങ്ങൾ ഉത്തർപ്രദേശിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ സക്കീന ഖാൻ എന്ന് പറയുന്ന വനിതാ SI ഈ കേരളത്തിലായിരുന്നുവെങ്കിൽ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തനെ, പിന്നീട് ഡിസ്മിസ് ചെയ്യേണ്ട നിലപാടിലേക്ക് എടുത്തനെ. ഇവിടുത്തെ മാധ്യമങ്ങൾ അവരെ വാരിയിട്ട് അലക്കി അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലേക്ക് വരെ പോലീസുകാരി എത്തിയേനെ. കാരണം അത്രമാത്രം അവരുടെ മേൽ പഴി. എന്തിനാണ് ഒരു കുറ്റവാളി എന്ന് തെളിയും മുമ്പേ കൊല്ലാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇവിടെ ആ പിഞ്ചു കുഞ്ഞിനെ ദ്രോഹിച്ചതോ ഉപദ്രവിച്ചതോ ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. എന്തിനാണ് പിന്നെ പോലീസുകാരി കൊല്ലാൻ ശ്രമിച്ചത്, എന്തിനാണ്, അപ്പൊ നിയമം എന്തിനാണ് കയ്യിലെടുത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആക്രോശവും ആർപ്പ് വിളികളും തൃശ്ശൂർ പൂരത്തിന്റെ മേളവും ഒക്കെ കാണിച്ചേനെ. പക്ഷെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇതിപ്പോ ശരിയാണോ, നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ പലരും ചോദിക്കും. ഇവിടെ നിയമം കയ്യിലെടുത്തിട്ടില്ല ആരും. അവരെ കൃത്യമായി പിടിച്ച് പിന്നെ FIR ഒക്കെ ഇട്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസുകാരുടെ ഉദ്ദേശം. പക്ഷേ പോലീസുകാർക്കെതിരെ വെടിയുതിർത്തപ്പോൾ അവർക്ക് ജീവൻ രക്ഷിക്കാനായി തിരിച്ചു പ്രതിയെ വെടിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഒരു വനിതാ SI ആണ് അതിനെ നയിച്ചതും ആ വനിതാ SIയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നതും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ഒരു IPS റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ വീരകഥകളല്ലാതെ ഏതെങ്കിലും വനിതാ SIമാരുടെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ വാർത്ത ചെയ്യാനോ കേരളത്തിൽ അപൂർവമായ അത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നുകൂടി ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.